നമസ്കാരം സുഹൃത്തുക്കളെ, ഭാരത് വിഷ്വൽ മീഡിയയിലേക്ക് സ്വാഗതം. ഇലക്ഷൻ കഴിഞ്ഞു, വോട്ടെണ്ണലും കഴിഞ്ഞു. ആരാണ് മുഖ്യമന്ത്രി എന്നതിനെ കാത്തിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അതാണ് ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം. 102 സീറ്റോടെ UDF ശക്തമായി 10 വർഷങ്ങൾക്ക് ശേഷം ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രി ആരാണെന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇങ്ങനെ നടക്കുകയാണ്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആവണമെന്ന്, അല്ലെങ്കിൽ വേറെ ഒരു വകുപ്പും വേണ്ട, MLA ആയി തുടരുമെന്നാണ് വി.ഡി. സതീശന്റെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. രമേശ് ചെന്നിത്തല, വേണുഗോപാൽ ഇവരൊക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം പറയുന്നുണ്ട്. എങ്കിലും ആർക്കാണ് കൂടുതൽ പിന്തുണ എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രഖ്യാപനം ഉണ്ടാവും. കേരളത്തിൽ ജയിച്ച 102 സ്ഥാനാർത്ഥികളിൽ നിന്ന് ഒരു ആൾ മുഖ്യമന്ത്രിയാവുക എന്നതാണ് ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ അതിൽ ജയിച്ച വി.ഡി. സതീശൻ തന്നെ. വി.ഡി. സതീശനാക്കുന്നില്ലെങ്കിൽ ജയിച്ചവരാരെങ്കിലും. ജയിക്കാത്ത ഒരാളെയും പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പിന്നെ ഒരു മത്സരം നടത്തേണ്ട ആവശ്യം ഇവിടെ ഇല്ല. അതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം തന്നെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കേരളത്തിൽ എമ്പാടുമുണ്ട്. അതുകൊണ്ട് ഒരു ബൈ ഇലക്ഷനും അതിനുവേണ്ടി നിലവിൽ MP-യോ ആരെങ്കിലായിരിക്കുന്നവരാണെങ്കിൽ, രാജ്യസഭയിലുള്ള ആരെങ്കിലും ആണെങ്കിലും ഒക്കെ മത്സരം വേണം. അപ്പൊ ആ സീറ്റ് നഷ്ടപ്പെടുത്തിക്കൂടാ. ഇനിയൊരു സീറ്റ് നിന്നാൽ അവിടെ തോറ്റു കഴിഞ്ഞാൽ അതും ഒരു നാണക്കേടാണ്. അതുകൊണ്ട് ഇപ്പൊ ജയിച്ചിരിക്കുന്ന 102 പേരിൽ ആരെങ്കിലും മുഖ്യമന്ത്രി ആവണം, അല്ലെങ്കിൽ അത് നമുക്കൊരു വീഴ്ച തന്നെയാണ്. കാരണം 102 പേരിൽ ആരും യോഗ്യരല്ല എന്ന് പറയാൻ പറ്റുമോ? എല്ലാവരും യോഗ്യരാണ്. ആർക്ക് വേണമെങ്കിലും മുഖ്യമന്ത്രി ആവാം. ടീം UDF-നെ നയിച്ച വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആവണമെന്ന് തന്നെയാണ് ഒരുവിധം ആളുകളുടെയും ആവശ്യം. ആ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ വി.ഡി. സതീശനെ മുന്നോട്ട് നയിക്കണം, വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായമെങ്കിൽ നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ അറിയിക്കണമെന്ന് ഞാൻ അറിയിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. നമസ്കാരം.